അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. ഇത് ഞാനൊരു ആറ്റം മിനി പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി അൺബോക്സ് കഴിഞ്ഞതാണ്, ഞാൻ ഒരാഴ്ച മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ പെട്ടിയൊക്കെ നമ്മൾ ആദ്യം പൊട്ടിച്ച് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ബോക്സിൻ്റെ പുറത്തായിട്ട് തന്നെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്ട്രീമിംഗ് എന്നൊക്കെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാം. ആറ്റം സോഫ്റ്റ്വെയർ കൺട്രോൾ എന്നും എങ്ങനെയാണ് ആ സാധനത്തിൻ്റെ ഒരു മോഡൽ എന്നുള്ളത് നമുക്ക് ബോക്സുമ്മിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് അതിൻ്റെ ബ്ലാക്ക് മാജിക് ഡിസൈൻ, അതായത് ഈ ഒരു സാധനത്തിൻ്റെ ലോഗോ ആണ് കേട്ടോ. അത് അപ്പോൾ നല്ല മനോഹരമായിട്ട് തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഏതായാലും അടിപൊളി സാധനമാണിത്. ബ്ലാക്ക് മാജിക് ആറ്റം മിനിയും ഉണ്ട്, ആറ്റം പ്രോയും ഉണ്ട്. അപ്പോൾ ആറ്റം മിനി കഴിഞ്ഞിട്ടുള്ള സാധനമാണ് ആറ്റം മിനി പ്രോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ബോക്സൊക്കെ അടിപൊളിയായിട്ട് നല്ലൊരു ബ്ലാക്ക് ബോക്സിലൊക്കെയാണ് സാധനമുള്ളത്. അപ്പോൾ ഏതായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു യൂട്യൂബ് ചെയ്യാന്നുള്ള. അപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ചെറിയൊരു ക്വിക്ക് ഗൈഡ്, ഒരു യൂസർ മാനുവൽ, അതിൻ്റെ സംഭവങ്ങൾ എഴുതിയിട്ടുള്ള ചെറിയൊരു സാധനം നമുക്ക് കിട്ടും. അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് കാണുന്നത് ബ്ലാക്ക് മാജിക് എന്ന് എഴുതിയിട്ടുള്ള അതിൻ്റെ ഒരു ലോഗോ ആണ് കേട്ടോ. ഒരു സ്റ്റിക്കർ പോലെ നമുക്ക് ഒട്ടിക്കാനൊക്കെ പറ്റുന്ന ഒരു ചെറിയൊരു സംഭവം അതാണുള്ളത്. അടുത്തായിട്ട് നമുക്ക് കാണാം വേറൊരു സാധനം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതെന്താണെന്നുള്ളൊരു ഐഡിയ അല്ല. ഏതായാലും എന്തെങ്കിലും ആയിരിക്കാം, ഒരു വിഷയം അറിയില്ല അതിനെപ്പറ്റി. നോ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും സംഭവമായിരിക്കാം, അതിനെ പറ്റി അറിയാത്തത് കൊണ്ട് നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഏതായാലും ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റായിട്ട് മുകളിൽ ചാർജർ കാണാം. പിന്നെ ഓരോ നമ്മൾ കറണ്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഓരോ സാധനം നമുക്ക് കാണാം. ഓരോ ഫ്ലഗിനനുസരിച്ചിട്ട് നമുക്ക് ആ ഓരോ സ്ലോട്ട് മാറ്റി മാറ്റി കുത്താം. അപ്പോൾ നമ്മൾ ഏതാണോ ഫ്ലഗ് എന്നുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ചാർജർ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മറ്റേ ഭാഗത്തായിട്ട് പവറായിട്ട് അവിടെ കുത്തേണ്ടത്. അപ്പോൾ ഈ ചാർജറിൻ്റെ അവിടെ അങ്ങനെ വരില്ല. അപ്പോൾ ഇതിന് നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്നൊരു സാധനം എടുത്തിട്ട് നമുക്ക് വേണം ചെയ്തിട്ട് കറണ്ട് ബിൽ യൂസ് ചെയ്യാണ്. ചില സമയത്ത് ചില പിന്നുകളിലൊക്കെ അനുസരിച്ച് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിതാണ് എടുത്തത്. ഇത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്താൽ മതി, ആ സാധനം നമുക്കതിന് കുത്തി നമുക്കതിലേക്ക് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുണ്ട്, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞിട്ട് ഒരു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ഊരി വെച്ചിട്ട് നമുക്കങ്ങനെ മടക്കി വെക്കാം. അങ്ങനെയാണിത്. അപ്പോൾ അത് എടുക്കാതെ വെച്ചാൽ നമുക്കങ്ങനെ ബോക്സിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ സാധനം. അടിപൊളിയായിട്ട് നല്ലൊരു കുട്ടിപ്പനായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു കറുത്ത കളറിലാണ് അത് വരുന്നത്. അപ്പോൾ അടിപൊളി സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന്. ഏകദേശം 30-35 ഒക്കെ അടുത്ത് റേറ്റ് വില വരുന്നുണ്ട്. ഏതായാലും ഇതാണ് ആറ്റം മിനി പ്രോ എന്ന് പറയുന്നത്. ഇതിൽ 4 സ്വിച്ച് കാണാം. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ 4 ക്യാമറ വെച്ച് നമുക്ക് ഒരുമിച്ച് ലൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആറ്റം മിനി പ്രോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് മൈക്ക് കൊടുക്കാം, സൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ അവിടെ മൈക്ക് 1 മൈക്ക് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കാണാം. അപ്പോൾ അതൊക്കെ അവിടെ ഓൺ ഓഫ് ഒന്നുണ്ട്. ആ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഓൺ ആക്കണം. ഇനി ക്യാമറ നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ് സൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കണം. ഇതുണ്ടോ. പിന്നെ ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ 2 സ്ക്രീനൊക്കെ ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കളിക്കുന്ന ഒരു സ്ക്രീന് ഏറ്റവും മുകളിലായിട്ടും വിഷ്വൽ മുകളിലായിട്ടും അടിയിലായിട്ടും കൊടുക്കുന്ന ചെറിയൊരു സംഭവമാണ് പിക്ചർ ടു പിക്ചർ എന്ന സംഭവം. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അടിപൊളി സാധനമാണ്. ഏതായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സൗണ്ട് ഇതിമൊക്കെ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സൗണ്ട് ഓൺ ആക്കണം. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പവർ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ ഒരു USB ഔട്ട് എന്നുണ്ട്. USB ഔട്ട് എന്ന് പറയുന്നത് USB-C ടൈപ്പാണ് കേട്ടോ. പിന്നെ ഒരു HDMI ഔട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ USB ഔട്ടാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ക്യാമറൻ്റെ HDMI സ്ലോട്ടാണ് വരുന്നത്. 4 HDMI സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മൈക്കിൻ്റെ സ്ലോട്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് മൈക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിലേക്ക് കൊടുത്തിട്ട് ഇവിടെ മൈക്ക് എന്നുള്ള ഓപ്ഷൻസിൻ്റെ അവിടെ ഓൺ ആക്കണം. അപ്പം അങ്ങനെയാണ് ഇത് വരുന്നത്. ഏതായാലും ഒരു വമ്പൻ പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. ഈ HDMI ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മറ്റു ലാപ്പിലേക്കൊക്കെ ഇതിൻ്റെ ഒരു വിഷ്വൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ HDMI നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ഉണ്ട്. അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കറിയാവുന്നത് പോലെയാണ് ഇത് ഞാനൊന്ന് റിവ്യൂ ചെയ്തത് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.